ഓൺ ഗ്രിഡ് സോളാർ യൂസേഴ്സ് അവരുടെ വീട്ടിലെ ലോഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് AC ലൈൻ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പും ഇതുപോലൊരു അണ്ടർ ഓവർ വോൾട്ട് പ്രൊട്ടക്ടർ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാര്യം ഇതുപോലുള്ള കണ്ടീഷൻസ് വരുമ്പോൾ, അതായത് വോൾട്ട് കൂടുതലായി വരുന്ന സമയത്ത് നമ്മുടെ എക്യുപ്മെൻസിനെ ഇതൊരു പരിധിവരെ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ചെറിയൊരു സർജ് പ്രൊട്ടക്ഷനോട് ഇത് തരും. ഇപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് ഇടയ്ക്ക് 256 വരെ പോകുന്നുണ്ട്. ഇത് ഒരു സാമ്പിളിംഗ് ടൈമിലുള്ള ഒരു വ്യത്യാസത്തിലാണ് ഇത് കാണിക്കുന്നത്. ഇത് തിരിച്ച് 250 താഴെ വരുമ്പോൾ ഇത് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. നമുക്കത് വേണമെങ്കിൽ കോൺഫിഗർ ചെയ്യാം. അത് കഴിഞ്ഞ് ഇത് ഔട്ട്പുട്ട് റെസ്യൂം ചെയ്യും. ഇപ്പോൾ ഓവർ വോൾട്ട് കണ്ടീഷൻ വന്നപ്പോൾ ലോഡ് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്ന ഒരു അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് പ്രൊട്ടക്ടറാണ്. ആദ്യം നമ്മൾ ഈ സാധനം ഓർഡർ ചെയ്തു. ആദ്യം നമ്മൾ ഓർഡർ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് ഒരു ബ്ലാങ്ക് ബോക്സാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇതിൻ്റെ ഇവിടെ സൈഡിലായിട്ട് ഇതിൻ്റെ MRP മറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിയത് 990 നിന്ന് ഒരു 100 രൂപയുടെ ഒരു കൂപ്പൺ കിട്ടി. അങ്ങനെ 890 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഇത് 63 ആംപിയറിൻ്റെതാണ്. ഇതാണ് കമ്പനിയുടെ പേര്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇതിലൊരു മാനുവൽ വന്നിട്ടുണ്ട്. ഇതാണ് വോൾട്ടേജ് പ്രൊട്ടക്ടർ. ബ്രാൻഡിങ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, SSUCA. പുറത്തേക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ. ഇതാണ് ഇവിടെയായിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് പ്രൊട്ടക്ടർ. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് റേഞ്ചും പവർ ഓൺ ഓഫ് ഡിലേയും മറ്റു കാര്യങ്ങളൊക്കെ എത്ര കോൺഫിഗർ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ UVE എന്നൊരു അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ്റെ വാല്യൂ ആണ് 80 മുതൽ 210 വരെ. പിന്നെ ഓവർ വോൾട്ടും 130 മുതൽ 300 വരെ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മാനുവലിൽ നോക്കാം. ഇവിടെ മുകളിലായിട്ട് നമുക്ക് ഇൻപുട്ടും താഴെയായിട്ട് ഔട്ട്പുട്ടും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ന്യൂട്രും പിന്നെ രണ്ടാമതായിട്ട് ലൈനും ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു പ്രൊട്ടക്റ്റീവ് ഫിലിം വരുന്നുണ്ട്. പിന്നെ അതായത് ഇവിടെ താഴെയായിട്ട് ഒരു സെറ്റ് ബട്ടൺസും വോൾട്ടേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ളൊരു സ്ക്രീൻ മുകളിലും തൊട്ട് താഴെയായിട്ട് ആംബിയർ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ളൊരു ആംബിയർ അല്ലെങ്കിൽ കറണ്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ളൊരെണ്ണം താഴെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഡിൻ റൈറ്റ് മൗണ്ടാണ്. ഇത്ര ഐറ്റംസാണ് ഈ ഒരു പാക്കേജിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അവരുടെ നിന്ന് കിട്ടിയ ഡിസ്കൗണ്ട് കോഡിൻ്റെ ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യാം, സൈഡിൽ സ്ക്രീനിലും കാണിക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതാദ്യം ഓൺ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേ. ഇവിടെ പവർ ഓൺ ആവുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു ഡിലേ കാണിച്ചിട്ട് ഓൺ ആവുന്നുണ്ട്. ഇത് ഈ ഡിലേ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ വോൾട്ട് 226 വോൾട്ട് അല്ലെങ്കിൽ 225 വോൾട്ടാണ് കാണിക്കുന്നത്. അതായത് ഏകദേശം ഇത് രണ്ടും, ഇത് ആക്ച്വലി അത്യാവശ്യം ആക്യുറേറ്റ് മീറ്ററാണ്. അതായത് രണ്ടും കാണിക്കുന്ന ഏകദേശം ഒരേ വാല്യൂവാണ്. പിന്നെ ഇതിൽ എത്ര വാട്ട്സാണ് എടുക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഓണായ സമയത്ത് ഇത് ഒരു 0.4, അതായത് ഒരു അര വാട്ട് എടുക്കുന്നുണ്ട്. ഇതിപ്പം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു 0.35 വാട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഓൺ ആവുന്ന സമയത്ത് ഒരു വാട്ട് വരെ പോകുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് ഒരു അര വാട്ട് റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഈ മീറ്ററിൽ കാണാൻ പറ്റും. ഓക്കെ, ഇതിലിനി നമുക്ക് എന്തെങ്കിലും ഒരു ലോഡ് കണക്ട് ചെയ്ത് ഇതിൻ്റെ അണ്ടർ വോൾട്ട് ഓവർ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇതിൽ അണ്ടർ വോൾട്ട് ഓവർ വോൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ഡിമ്മർ എടുത്തിട്ടുണ്ട്. ഈ ഡിമ്മർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഈ ഡിവൈസിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ അത് ഏകദേശം ഒരു 890 റേഞ്ചിലാണ് ഈ ഒരു ഡിവൈസ് ആമസോണിൽ വിൽക്കുന്നത്. പിന്നെ ഓഫ് ഗ്രിഡ് ഉപയോഗിക്കുന്നവരും ഓൺ ഗ്രിഡ് ഉപയോഗിക്കുന്നവരും അത്യാവശ്യം ഇതുപോലൊരു പ്രൊട്ടക്ടർ വീട്ടിൻ്റെ അകത്തേക്ക് വരുന്ന കണക്ഷനിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാര്യം അതാകുമ്പോൾ വെളിയിൽ നിന്നുള്ള സർജോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു പരിധിവരെ പ്രശ്നം ഉണ്ടാക്കാതെ, ഒരു ഓവർ വോൾട്ട് വന്നൊരു പ്രോബ്ലം വരാതെ നമുക്ക് ഡിവൈസുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് തന്നെ വാങ്ങിക്കണമെന്നില്ല, ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ തന്നെ വേറൊരു ഡിവൈസിൻ്റെ ലിങ്ക് കൂടെ ഞാൻ കൊടുക്കാം. ഞാൻ ആൾറെഡി ഒരു വൈഫൈ RCC വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ സൈഡിലായിട്ടും കൊടുക്കാം. അതിൽ വൈഫൈയും കൂടെ വരും. അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. അതിന് പക്ഷേ 3000 രൂപ വരെ വിലയുണ്ട്. ഇത് 1000 രൂപയ്ക്ക് താഴെ വിലയുള്ളൂ. വില കൂടുന്നതനുസരിച്ച് ഓരോന്നിൻ്റെ ഫീച്ചേഴ്സും മാറും. ഇതിലെ ആംബിയർ കറക്റ്റാണോ എന്ന് അറിയാനായിട്ട് ഇതിലിപ്പോൾ ഒരു 60 വാട്ട്സിൻ്റെ ബൾബാണ് ഞാൻ ലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ സ്റ്റാറ്റസ്. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് ഇത് ഓണാവും. ഇപ്പോൾ ഓണായ സമയത്ത് ഇത് 230 വോൾട്ടിൽ 0.3 ആംബിയറാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ 60 വാട്ട്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ 230 വോൾട്ടാണ് ഇപ്പോഴത്തെ കറണ്ട് വോൾട്ടേജ്. ഇവിടെ 230, 229 കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു റെഗുലേറ്ററാണ് ഞാനിപ്പം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ഡിമ്മർ വെച്ചിട്ടാണ് ഞാനിതിൻ്റെ വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ഇപ്പം ഞാൻ ലോ കട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 170-ലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ലോ കട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂവിൽ എത്തുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ വോൾട്ടേജ് കുറയ്ക്കുന്ന സമയത്ത് ഇവിടെ ഇൻപുട്ടും ഈ ഇതിൽ കാണിക്കുന്ന ഔട്ട്പുട്ടും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതിപ്പോൾ 215 ആയിട്ടുണ്ട്. ബൾബിൻ്റെ ബ്രൈറ്റ്നസ്സും കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 205 ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കൊണ്ടുവന്ന് ഒരു
70 എൻ്റെ ഓർമ്മ. നമുക്ക് 170 താഴെ എത്തുന്ന സമയത്ത് 160 അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കത് സെറ്റിങ്സ് ചെക്ക് ചെയ്യാം. അതെ, 160 ചെക്ക് ചെയ്യുന്നത്. 160 എത്തിയ സമയത്ത് ഇത് കട്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ബൾബിൻ്റെ ലോഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഡിമ്മർ വഴി വരുമ്പോൾ വോൾട്ടേജ് കൂടുതൽ കാണിക്കുന്നത്. ഇതിപ്പോൾ ഈ ഡിമ്മർ യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ ഡിമ്മറിൽ ലോഡ് വരുന്ന സമയത്ത് വാല്യൂ കുറയും. പിന്നെ ഇതിൽ തിരിച്ച് റിക്കവറി വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ ഇതൊരു 15 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് നമുക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഓണാവുന്നത്. ഇതിൽ റിക്കവറി വോൾട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 170. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ വീണ്ടും തിരിച്ച് ഓണാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഈ ഇൻകാൻഡസൻറ്റ് ബൾബ് ഉപയോഗിച്ചിരിക്കുന്നത് ജസ്റ്റ് ഈ ഒരു ആംബിയർ കറക്റ്റാണോ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആംബിയർ ഇപ്പോൾ 60 വാട്ട്സ് തന്നെയാണ് എടുക്കുന്നത്. അത് ഇവിടെയും കാണിക്കുന്നുണ്ട്. ഇത് അധികം അതിൽ കൂടുതലായിട്ടൊന്നും ഇത് ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതായത് ഇതൊരു ചെറിയൊരു 1 വാട്ടിൽ താഴെയുള്ള പവർ കൺസപ്ഷന് ഈ സർക്യൂട്ടുകളൊക്കെ കൂടി എടുക്കുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർക്യൂട്ട് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സെറ്റിങ്സ് ചെയ്യുന്നതിനായിട്ട് ആദ്യമായിട്ട് ഈ സെറ്റ് ബട്ടണിൽ ഒരു പ്രസ് കൊടുക്കുക. പ്രസ് ചെയ്യുന്ന സമയത്ത് L1 L2 എന്ന് പറഞ്ഞിട്ടാണ് ഇതിലെ സെറ്റിങ്സുകൾ മുകളിൽ കാണിക്കുന്നത്. താഴെയാണ് വാല്യൂ സെറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് L1 എന്ന് പറയുന്നത് പവർ ഓൺ ടൈമാണ്. പവർ ഓൺ ടൈം ഇപ്പം 5 സെക്കൻഡാണ് കാണിച്ചിരിക്കുന്നത്. അതായത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം ഇത് എക്സിറ്റ് ആവും. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ടല്ല അതിൻ്റെ ഒരു ഇമേജ് കാണിക്കാം മാനുവലിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതുവഴി വായിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ആയിട്ട് പവർ ഓൺ ഇൻഡിക്കേഷനും തൊട്ട് മുകളിൽ ആംബിയറിൻ്റെ, അതായത് ഓവർ കറണ്ട് എടുക്കുന്ന സമയത്ത് ഇൻഡിക്കേഷൻ കാണിക്കാനായിട്ട് ഈ തൊട്ട് മുകളിൽ അതിൻ്റെ മുകളിലായിട്ട് വോൾട്ടേജ് അണ്ടറും അതിന് മുകളിൽ വോൾട്ടേജ് ഓവറും കാണാൻ പറ്റും. ഇതാണ് ഈ പ്രോഡക്റ്റിൻ്റെ കൂടെ വരുന്ന മാനുവൽ. ഈ മാനുവലിൽ ഇവിടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഓവർ വോൾട്ട് പറയുന്നത് 130 മുതൽ 300 വോൾട്ട് വരെയാണ് നമുക്ക് ഒരു ഓവർ വോൾട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇവിടെ ഒരു DC യും പറയുന്നുണ്ട്. അതായത് ഈ ബ്രേക്കർ DC-യിലും AC-യിലും വർക്ക് ചെയ്യുന്നതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതിൻ്റെ അണ്ടർ വോൾട്ട് സെറ്റിങ്സ് 80 മുതൽ 210 വരെ. ഇത് DC-യിലാവുമ്പോൾ 85 മുതൽ 210ഉം AC-യിലാവുമ്പോൾ 80 മുതൽ 210 പറയുന്നത്. പിന്നെ ഓവർ വോൾട്ട് സെറ്റിങ്സ് AC-യിലായാലും DC-യിലായാലും 130 മുതൽ 300 വരെയാണ്. പിന്നെ ബാക്കി അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ ഇവിടെ അവർ സ്പെക്കുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാക്കി കോൺഫിഗറേഷൻസ് ഒന്ന് നോക്കാം. ഇവിടെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ പ്രത്യേകിച്ച് ഫംഗ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്കിതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ സെറ്റിങ്സ് നോക്കുമ്പോൾ ഇവിടെ ആദ്യത്തെ L1, അതായത് പവർ ഓൺ ഡിലേ ആണ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതായത് റിക്കവറി ഡിലേ, അതായത് എന്തെങ്കിലും ഒരു കാരണവശാൽ ട്രിപ്പായി കഴിഞ്ഞാൽ വരുന്നൊരു ഡിലേ ആണ്. അത് നമുക്ക് 1 മുതൽ 999 സെക്കൻഡ് വരെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. L3 ആണ് നമുക്കതിന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അത് ഓവർ വോൾട്ടേജ് സെറ്റിങ്സ് ആണ്. പിന്നെ റിക്കവറി വാല്യൂ നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ അണ്ടർ വോൾട്ടേജ് സെറ്റിങ്സും അണ്ടർ വോൾട്ടേജിൻ്റെ റിക്കവറി L6 വരുന്നുണ്ട്. പിന്നെ വോൾട്ടേജ് ട്രിപ്പ് ഡിലേ, അതായത് വോൾട്ടേജ് വന്നിട്ട് ട്രിപ്പ് ചെയ്യാനുള്ള സമയം 0.1 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വോൾട്ടേജ് കാൽക്കുലേഷൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ വർക്കിങ്ങിൽ അത് നല്ലൊരു ഉപയോഗമുള്ളൊരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്ന വാല്യൂവും ഇതും തമ്മിൽ എന്തെങ്കിലും വോൾട്ടേജ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു കാൽക്കുലേറ്റർ മീറ്റർ ഉപയോഗിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് റിയൽ ടൈം വോൾട്ടേജ് ഡേറ്റയാണ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വോൾട്ടേജ് നമുക്ക് 10% വരെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. +- 10% ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ കറണ്ട്, ഇവിടെ അടുത്ത L9 കറണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് 10 നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓവർ കറണ്ട് ട്രിപ്പ് ഡിലേ ആണ്. ഓക്കെ, ബാക്കി ഈ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഞാനൊരു ഫോട്ടോ ആയിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഒരു സെക്കൻഡിലത്തേക്ക് കാണിക്കാം. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു അഡീഷണൽ നോട്ട് പറഞ്ഞിട്ടുണ്ട്. DC പവറിൽ വോൾട്ടേജ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അതിന് കറണ്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല DC പവറാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ അവസാനമായിട്ട് അവരൊരു കണക്ഷൻ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഇൻഡിക്കേഷൻസ് സൈഡിലുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കറണ്ട് ഇൻപുട്ടാണ് ഇവിടെ ഈ കാണിക്കുന്നത്. കറണ്ട് ഇൻപുട്ട് ഇവിടെ ഒരു ഡിമ്മർ വഴി കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വാല്യൂ കുറച്ച് ചെറിയ വാല്യൂ ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് വാല്യൂ കാണിക്കും. ഞാൻ ഡയറക്റ്റ് കൊടുത്തും നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഡിമ്മർ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലോഡൊന്ന് ഹൈ ലോ കട്ട് ഓഫ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിമ്മർ കൊടുത്തിരിക്കുന്നത്. അതായത് സെറ്റ് പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ 5 സെക്കൻഡ്സാണ് നടക്കുന്നത്. 5 സെക്കൻഡ്സ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു പവർ ഓൺ ടൈം ഡിലേ 5 സെക്കൻഡ് എന്നുള്ളത് ഇപ്പോൾ 7 സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് ഒരു സെറ്റ് അടിച്ച് കഴിഞ്ഞാൽ സേവ് ആവും, അടുത്ത വാല്യൂയിലേക്ക് പോകും. അടുത്ത L2 എന്ന് പറയുന്നത് റിക്കവറി ഡിലേ ആണ്. റിക്കവറി ഡിലേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വന്ന ശേഷം എത്ര നേരം വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അണ്ടർ വോൾട്ടോ ഓവർ വോൾട്ടോ പ്രൊട്ടക്ഷൻ വന്ന ശേഷം എത്ര നേരം വെയിറ്റ് ചെയ്യണം എന്നുള്ളത്. ബൈ ഡിഫോൾട്ട് 30 സെക്കൻഡാണ്. ആ വാല്യൂ ഞാൻ കുറച്ചൊരു 20 സെക്കൻഡ് ആക്കാം. ഇതും വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത് നമുക്ക് വേണ്ടത് L3 എന്ന് പറഞ്ഞാൽ ഓവർ വോൾട്ടേജ് സെറ്റിങ്സ് ആണ്. ഇപ്പോൾ 255 സെറ്റ് ചെയ്തിരിക്കുന്നത്. 255 എത്തിക്കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യും, ഔട്ട്പുട്ട് കട്ട് ചെയ്യും. എക്സിറ്റ് ആയി പോയി, ഒന്നുകൂടെ വരാം. ഓക്കെ, അടുത്ത് L4 എന്ന് പറയുന്നത്
അതിൻ്റെ റിക്കവറി വാല്യൂ ആണ്. 250 എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കുറച്ച് സ്പീഡിന് പോയില്ലെങ്കിൽ അത് പെട്ടെന്ന് എക്സിറ്റ് ആയി പോകുമെന്ന് തോന്നുന്നു. ഓക്കെ, L5 അണ്ടർ വോൾട്ടേജ് ആണ്. അണ്ടർ വോൾട്ടേജ് ഇപ്പോൾ 160 ഇട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 165 ആക്കാം അണ്ടർ വോൾട്ടേജ് സെറ്റിങ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതാ അണ്ടർ വോൾട്ട് റിക്കവറി, അത് L6 വരുന്നത്. അണ്ടർ വോൾട്ട് റിക്കവറി 170 ഇട്ടിരിക്കുന്നത്. അടുത്ത് വരുന്നത് അണ്ടർ വോൾട്ട് L6 അണ്ടർ വോൾട്ട് റിക്കവറി വാല്യൂ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്ത L7 അതിൻ്റെ ഡിലേ വരുന്നത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. 0.5 ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ട്രിപ്പ് ഡിലേ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ഇപ്പം ഒരു 3 ആയി കഴിഞ്ഞാൽ 0.3 സെക്കൻഡ്സ് ആവുന്ന സമയത്ത് ഈ ഡിവൈസ് ട്രിപ്പ് ആവും. ഇപ്പോൾ ഇത് ബൈ ഡിഫോൾട്ട് വരുന്ന 5 ആണ്. 5 തന്നെ നമുക്ക് കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ട്രിപ്പ് ഡിലേ ഒരു 0.3 സെക്കൻഡ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ റിയാക്ഷൻ ടൈം. അടുത്തതായിട്ട് L8 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കറക്ഷനാണ്. ഈ രണ്ട് വോൾട്ടേജ് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 10% വരെയാണ് നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അത് വീണ്ടും എക്സിറ്റ് ആയി പോയി. 10% വരെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ കാണിക്കുന്ന വ്യത്യാസം നോക്കണ്ട. ഇത് കഴിഞ്ഞിട്ട് ഞാനിത് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കാണിക്കാം. നമ്മളപ്പോൾ എത്തിയത് L9 വരെയാണ്. L9 അല്ല, L9 ആണ് ആംബിയർ ഓവർ കറണ്ട് സെറ്റിങ്സ് ആണ് L9. നമുക്ക് ഇത് വേണമെങ്കിൽ ഇവിടെ കുറച്ച് ഇപ്പം 63 ആംബിയറാണ് ഇതിൻ്റെ മാക്സിമം സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചൊരു 60 ആംബിയറിലേക്ക് മാറ്റി നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂവിൽ ഇത് വയ്ക്കാം. ഓവർ കറണ്ട് വരുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഇൻഡിക്കേഷൻ കാണിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 60 ആംബിയറിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് L10 എന്ന് പറയുന്നത് ഓവർ കറണ്ട് ട്രിപ്പ് ഡിലേ ആണ്. എത്ര നേരം കഴിയുമ്പോഴാണ് ട്രിപ്പ് ആവേണ്ടത്. ഇത് സർജ് കറണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാല്യൂ കൊടുത്തിരിക്കുന്നത്. അതായത് ചിലപ്പോൾ നമ്മളിപ്പോൾ 10 ആംപിയർ ആയിരിക്കും വെച്ചിരിക്കുന്നത്. സർജ് കറണ്ട് ചിലപ്പോൾ ഒരു 5 സെക്കൻഡിലത്തേക്ക് അലോ വേണമെങ്കിൽ അല്ലെങ്കിൽ 1 സെക്കൻഡിലത്തേക്ക് അലോ വേണമെങ്കിൽ അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. L10 സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് വരുന്നത് L11 ആണ്. L11 ഓവർ കറണ്ട് കൗണ്ടറാണ്. അതായത് നമുക്ക് ഇവിടെ ഈ ഒരു വാല്യൂ കൗണ്ട് ചെയ്യാൻ പറ്റും. ഇത് 20 ടൈംസ് വരെയുള്ള വാല്യൂസ് ഇതിൽ സേവ് ചെയ്യും. ഇതിപ്പോൾ ഓഫാണ്. ഇതിപ്പോൾ ഓണായി കഴിഞ്ഞാൽ ഇത് 20 ടൈംസ് വരെ അത് റീട്രൈ ചെയ്യും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ അവർ ഓവർ കറണ്ട് ടൈംസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ സ്ഥിതിക്ക് മിക്കവാറും ഓവർ കറണ്ട് വന്നു കഴിഞ്ഞാൽ 2 പ്രാവശ്യം റീട്രൈ ചെയ്യാം എന്ന ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കറണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും, അതായത് നമ്മളിപ്പോൾ കാണിക്കുന്ന കറണ്ടിൽ എന്തെങ്കിലും വാല്യൂസ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് L13 ഇതിൽ ഫ്രീക്വൻസി അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ 50 ഹെർട്സ് ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി. ഇതാ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. 50 ഹെർട്സ് ആണ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് അതായത് ക്വിക്ക് പവർ ഡൗൺ കൗണ്ടർ. അതായത് നമ്മൾ ഈ ഇതിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഇത് എത്ര നേരം കൊണ്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതായിരിക്കാം കാണിക്കുന്നത്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഓൺ ഓഫ് ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് L14 ഒന്ന് ഓൺ ചെയ്തിട്ട് എന്താണ് ഈ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്നുള്ളത് നോക്കാം. L14 ഇപ്പോൾ ഇത് ഓണാണ്. ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഓൺ ചെയ്തിട്ടുണ്ട്. അടുത്ത് L15 അതിൽ 3 മോഡലാണ്. ഓട്ടോമാറ്റിക്, മാനുവൽ, 1 സ്റ്റാൻഡേർഡ്, 2 മാനുവൽ, 3 ഓട്ടോമാറ്റിക്. ഓക്കെ, 3 ഇട്ടിട്ട് എന്താണ് സ്റ്റാറ്റസ് നമ്മൾ നമുക്ക് നോക്കാം. അതിലെന്താണ് വ്യത്യാസം വരുന്നത് നമ്മൾ നോക്കാം. പിന്നെ ഓട്ടോമാറ്റിക് റീസെറ്റ് ഇപ്പോൾ ഓണാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എപ്പോൾ റീസെറ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കാം ഈ ഓട്ടോമാറ്റിക് റീസെറ്റിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് L17 മിസ്സായി. L17 സ്വിച്ച് മോഡ് ഓൺ ഓഫ് എനർജി സേവിങ് ആണ് L18 വരുന്നത്. പിന്നെ പാസ്വേഡ് സെറ്റിങ്സ് ആണ് L19 വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഓട്ടോ മോഡിലാവുമ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഓട്ടോ മോഡിൽ കിടക്കുമ്പോൾ ഇതിപ്പോൾ നമുക്ക് വോൾട്ടേജ് കുറച്ച് നോക്കാം. എന്തെങ്കിലും ചേഞ്ച് വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, 160 എത്തിയ സമയത്ത് ഇത് ഓഫായിട്ടുണ്ട്. പിന്നെ ഓക്കെ, തിരിച്ച് വീണ്ടും പഴയ വോൾട്ടിൽ എത്തിയ സമയത്ത് ഇത് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ 20 സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ഓട്ടോ മോഡിന് പകരം നമുക്ക് സ്റ്റാൻഡേർഡ് മോഡിലേക്ക് മാറ്റിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇതിൽ എന്തായിരുന്നു റീസൺ എന്നുള്ളത്. ഇത് അണ്ടർ വോൾട്ട് ആയിരുന്നു ആ റീസൺ. ഓക്കെ, ഇപ്പോൾ ഓട്ടോ മോഡിലാണ് നടക്കുന്നത്. അണ്ടർ വോൾട്ട് ആയിരുന്നു റീസൺ. അതാണ് കാണിച്ചിരുന്നത്. ഓക്കെ, ഇത് ഹെഡ്സ് 50 ഹെഡ്സ്. ഇതെനിക്ക് തോന്നുന്നു ഓട്ടോ മോഡിലാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എല്ലാ വാല്യൂസും സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ആ വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വോൾട്ട് കാണിക്കുന്നു, 213 വോൾട്ടെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ആ ഒരു വ്യത്യാസം. ഇത് ഈ മാനുവലിൽ അവർ പറഞ്ഞിട്ടില്ല. ഈ ഓട്ടോ മോഡ് എന്താണ് ചെയ്യുന്നതെന്നുള്ള മാനുവലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, ഇതിലിപ്പോൾ ഞാൻ സെറ്റിൽ പോയിട്ട് ഇപ്പം L15 ഈ ഒരു വാല്യൂ നമ്മൾ മാറ്റിയത്. ഈ L15 നമുക്ക് തിരിച്ച് മാനുവലാക്കാം. മാനുവൽ അല്ലെങ്കിൽ ഒന്നാമത്തെ മോഡിലേക്കാണ്, സ്റ്റാൻഡേർഡിലേക്കാക്കാം. സ്റ്റാൻഡേർഡിലാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. L15 ഇപ്പോൾ കിടക്കുന്നത് മോഡ് 3 ആണ്. മോഡ് 3ക്ക് പകരം മോഡ് 2 ആക്കി നോക്കാം. 2 മാനുവലിലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, പിന്നെ ഇതിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ബാക്കിലേക്ക് ഇറങ്ങാൻ പറ്റും. ഓക്കെ, മാനുവലിലാണെങ്കിൽ ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ സ്ക്രോൾ ചെയ്യില്ല, നമുക്ക് വേണമെങ്കിൽ സ്ക്രോൾ ചെയ്യിക്കാൻ തോന്നുന്നു. ഓക്കെ, അതെ, മാനുവലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂയിലേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്യിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ വോൾട്ടേജാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ വോൾട്ടേജ് കാണിക്കും. അടുത്ത് ഇപ്പം ആംബിയർ എത്ര എടുക്കുന്നു എന്നുള്ള കാണിക്കുന്നുണ്ട്. ആംബിയർ 0. അത് കഴിഞ്ഞിട്ട് ഹെഡ്സ് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പി എന്താണ് വാല്യൂ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. പവറായിരിക്കും. പവർ എത്ര പവർ എടുക്കുന്നു എന്നുള്ളതും ഒരു പക്ഷേ ഇവിടെ കാണിക്കുമെന്ന് തോന്നുന്നു. അത് നമുക്ക് ചെറിയൊരു ലോഡ് ഇവിടെ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. പവർ ആണോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. സെക്കൻഡ്, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. പവറല്ല അത് കാണിക്കുന്നത്. ഓക്കെ, എന്താണ് വരുന്നതെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൽ ഈ പി എന്താണ് അവർ ഉദ്ദേശിക്കുന്നുള്ളത് എനിക്കും അറിയാൻ വയ്യ. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. ഈ പി എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ കമൻറ്റിൽ കൊടുക്കാം. കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ കൊടുക്കാം. അപ്പോൾ ഇതിൽ ബാക്കി വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പി എന്താണെന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇവരെ മാനുവൽ ഇതായിട്ടുണ്ട്. മാനുവലിൽ പി എന്താണെന്നുള്ളത് ഇവിടെ എങ്ങും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചതായി L15 സ്റ്റാൻഡേർഡിലേക്ക് മാറ്റാം. L15 സ്റ്റാൻഡേർഡിലേക്ക് മാറ്റാം. L15 ഓക്കെ, 1 ആണ് സ്റ്റാൻഡേർഡിലാവുന്ന സമയത്ത് ഇത് ബൈ ഡിഫോൾട്ട് വോൾട്ട് കാണിക്കും, താഴെ ആംബിയറും കാണിക്കും. ഇപ്പോൾ 253 മുകളിൽ വോൾട്ടുള്ള സമയത്താണ്. ഇപ്പോൾ ഇതിൽ 250 ഞാൻ വോൾട്ടേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മളിപ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന് നോക്കാം. ഓക്കെ, 250 മുകളിലുണ്ട്. 250 വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഇട്ടിരിക്കുന്നത്. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഓണാക്കുന്ന സമയത്ത് എന്താണ് കാണിക്കുന്നത് നോക്കാം. ഓക്കെ, 255 സോറി ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് 255 ആയതുകൊണ്ട് അതായത് ഇപ്പോൾ ഓണായിട്ടുണ്ട്. ബൾബ് നീക്കി ചെറിയ നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, 252. ഇപ്പോൾ ഇത് 255 ഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഓഫാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 255 എത്തുമ്പോഴാണ് ഇത് ഓഫാവുന്നത്. 255 എത്തിയ സമയത്താണ് ഇതിപ്പോൾ ഓഫായിരിക്കുന്നത്. ഇതിപ്പോൾ തിരിച്ച് 253 എത്തിയപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല. ഇവിടെ 3 ലൈൻസാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതിപ്പോൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം തിരിച്ച് റിക്കവറി വോൾട്ട് 250 കൊടുത്തിരിക്കുന്നത്. 250 എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുള്ളൂ.